മട്ടന്നൂർ മേഖലകളിൽ RSS ഒരു ഉത്തരേന്ത്യൻ മോഡൽ പരീക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ തന്നെ വേണം പറയാൻ. അതിന്റെ ഭാഗമായിട്ട് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ അടക്കം അവിടെ നിന്ന് ലഭിച്ചതുമാണ്. കേരള പോലീസ് ഒരു വ്യക്തമായ റെയ്ഡ് RSSന്റെ ശാഖകളിൽ നടത്തിക്കഴിഞ്ഞാൽ വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരുപാട് തെളിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ അതിന് അധികൃതർ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് ഒരു പച്ചയായ സത്യമാണ്. കഴിഞ്ഞ ഒരു മാസം മുൻപ് നമ്മളൊരു വാർത്ത നൽകിയിരുന്നു. അതായത് കണ്ണൂർ പടിക്കച്ചാലിൽ അഖിൽ എന്ന RSSന്റെ പ്രവർത്തകൻ തന്റെ കൈകളിലുള്ള വടിവാളടങ്ങുന്ന മാരക ആയുധങ്ങളുടെ ചിത്രങ്ങൾ വാട്സപ്പിലൂടെ സ്റ്റാറ്റസ് ആയി വെക്കുകയും തുടർന്ന് അതിനെതിരെ പരാതി ലഭിച്ചപ്പോൾ ആ പരാതിയിൽ പോലീസ് പറഞ്ഞത് ഇങ്ങനെയാണ്: അയാൾക്ക് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്, പക്വതയില്ലായ്മയാണ് വിഷയം എന്നുള്ളതാണ്. ഇങ്ങനെ നിസ്സാരമായി കാണുന്നത് കൊണ്ട് തന്നെ RSS ഇത് തുടർന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. കാരണം കണ്ണൂര് പോലെയുള്ള പ്രദേശങ്ങളിൽ കൃത്യമായ ജാഗ്രത പുലർത്തേണ്ടത് പോലീസിന്റെ ബാധ്യതയാണ്, കടമയാണ്. ഓണം സ്പെഷ്യൽ റൈഡിന്റെ ഭാഗമായിട്ട് കണ്ണൂരിലെ എക്സൈസിന്റെ ഇൻസ്പെക്ടർ അടങ്ങുന്ന സംഘമാണ് ഇങ്ങനെ ഒരു പരിശോധനക്ക് മുന്നോട്ട് വന്നത്. ഈ പരിശോധനയുടെ ഭാഗമായിട്ട് അവർക്ക് RSSന് സ്വാധീനമുള്ള മേഖലയായിട്ടുള്ള, അതായത് അവിടെയുള്ള നാട്ടുകാർ RSSന്റെ കേന്ദ്രമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ശിവപുരത്തെ ഒരു പ്രദേശത്ത് നിന്ന് PVC പൈപ്പിനകത്ത് ഒളിപ്പിച്ചു വെച്ച 5ഓളം വടിവാളുകളാണ് ഈ സംഘം കണ്ടെത്തിയത്. തുടർന്ന് ഈ സംഘം അവിടെയുള്ള പോലീസിന് വിവരമറിയിക്കുകയും SI അടങ്ങുന്ന സംഘം എത്തുകയും തുടർന്ന് അവിടെ ഡോഗ് സ്ക്വാഡ് അടങ്ങുന്ന സംഘം പിന്നീട് വരികയും ചെയ്തു. ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നടപടി വേണം എന്ന് തന്നെയാണ് അവിടെയുള്ള നാട്ടുകാർ അടക്കം അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള STPI, അവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ ഒരു പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. കാരണം ഈ വടിവാളിന് പിന്നിലുള്ള ആളുകളെ കണ്ടെത്തണമെന്നും ആ പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തിട്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സത്യസന്ധമായിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ്. ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ഒരു ഓപ്പറേഷൻ നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്തരത്തിൽ ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള RSSന്റെ പ്രവർത്തകരുടെ വീടുകളിലേക്കും അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ കൃത്യമായ ആയുധ ശേഖരണത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭിക്കും. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ ആദ്യം പറഞ്ഞ അഖിൽ എന്ന് പറയുന്നത്. അഖിലിന്റെ ആ വാട്സപ്പ് സ്റ്റാറ്റസിൽ കണ്ട ആയുധങ്ങൾ പല രീതിയിലുള്ള ആയുധങ്ങളാണ്. വെട്ടാനും കുത്താനും, കുത്തിയിട്ടിറക്കിയിട്ട് കുടൽമാല പുറത്തേക്ക് വലിച്ചിടാനും പറ്റുന്ന രീതിയിലുള്ള അത്യാധുനിക ആയുധങ്ങളായിരുന്നു ഈ അഖിലിന്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും വ്യക്തമായ നടപടി ഉണ്ടായിട്ടില്ല. ഇവിടെ കൃത്യമായ നടപടിയുമായി മുന്നോട്ട് പോയാൽ മാത്രമേ ഇത്തരം ആയുധ കച്ചവടക്കാരെ, ആയുധം ശേഖരിച്ചു വെക്കുന്ന കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും സംഘടനയായാലും ഇനി ഏതൊരാളായാലും അവർക്കെതിരെ കൃത്യമായ നടപടിയെടുത്താൽ മാത്രമേ, കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിന് ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.